നമസ്കാരം. ചിലരുടെ കാര്യത്തിൽ കുഴിമാടങ്ങൾ മാന്തി അസ്ഥികൂടങ്ങൾ വലിച്ചു പുറത്തിടേണ്ടി വരും. സെയിൽകമന്ററി ആരംഭിക്കുന്നു. ഇന്നലത്തെ സെയിൽകമന്ററിക്ക് രാവിലെ തന്നെ 2-3 പ്രതികരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് നമ്മുടെ ജില്ലയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്, കേരളത്തെയും ഇന്ത്യയും ബാധിക്കുന്നതായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ ജനങ്ങൾ അറിഞ്ഞു പോകണം. മോഹനകുമാരൻ നായർ തരൂർ വധം നിർത്താറായില്ലേ? 4-5 ദിവസം ആയല്ലോ. അതിന് ഒരു മറുപടി അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ വിളക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നിർത്തും? ശശി സേട്ടൻ സ്വന്തം മണ്ഡലത്തിൽ ചെയ്തു കൂട്ടുന്ന വികസനം ഭയങ്കരം. രണ്ടാമത് ഒരു അനുകൂലമുണ്ട്, തരൂർ അനുകൂല വിമർശനമുണ്ട്. 100 കപ്പലുകളെ കുറിച്ച് ഈ മീഡിയകളും ശശി തരൂരും പറഞ്ഞതെല്ലാം കളവാണെങ്കിലും അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രശസ്തി കൂടുകയല്ലേ ചെയ്തുള്ളൂ, അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നതുമില്ല. വളരെ വലിയ കാര്യമാണ് അദ്ദേഹം ചെയ്തെന്നാണ് പറയുന്നത്. 100 കപ്പലുകൾ ഇവിടെ വന്ന് കാത്തുകിടക്കുന്ന വിവരം ലോകത്തോട് കള്ളമാണെങ്കിലും അത് വലിയ പ്രയോജനം ചെയ്തു എന്നാണ്. ഇവിടെ എനിക്ക് ശ്രീ തരൂരിനോട് പറയാനുള്ളത്, MSC റപ്പല്ലോ ഇന്നലെ രാവിലെ 8:19 തിരിച്ചുപോയി, അൺബർത്ത് ചെയ്തു പോയി. വൈകുന്നേരമായിട്ടും ആ ബർത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്. 100 കപ്പലുകൾ കാത്തു കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കയറ്റാമായിരുന്നല്ലോ. ഒരു കപ്പലിനെങ്കിലും അകത്ത് പ്രവേശിപ്പിച്ചുകൂടായിരുന്നോ? ബർത്ത് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെ കബളിപ്പിക്കുന്ന കാര്യത്തിലൂടെ ഈ തുറമുഖത്തിന് യാതൊരു ഗുണവും ചെയ്യില്ല ഇത്തരം വാർത്തകൾ. ഈ വ്യാജ വാർത്തകളുടെ പുറത്ത് കെട്ടിപ്പൊക്കിയതല്ല ഈ തുറമുഖം. അങ്ങനെ കെട്ടിപ്പൊക്കിയ ചില തുറമുഖങ്ങളുണ്ട്, അവരിപ്പോ അനുഭവിക്കുന്നത് അറിയാമല്ലോ. അതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം. അങ്ങനെ വ്യാജമായ മേൽത്തൂണുകളുടെ പുറത്ത് ഈ തുറമുഖം കെട്ടിപ്പൊക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ കെട്ടിപ്പൊക്കിയാൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും എന്നുള്ളതാണ് നമ്മുടെ സമീപത്ത് നടക്കുന്ന ചില പോർട്ടുകളുടെ അവസ്ഥ. ഈ ദിവസങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്ന അന്തർദേശീയ വാർത്തകൾ ദുബായിൽ നിന്ന് ക്യാപിറ്റൽ സിംഗപ്പൂരിലോട്ടും ഹോങ്കോങ്ങിലോട്ടും അതുപോലുള്ള സേഫ് ഹെവനിലോട്ട് ക്യാപിറ്റൽ പറന്നു പോകുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ് ആഗോളതലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകേണ്ടതല്ല നമ്മുടെ തുറമുഖം. കാരണം ജിയോ പൊളിറ്റിക്സിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ സേഫാണ് എന്ന് കരുതുന്ന നമ്മുടെ തുറമുഖത്തിനും നാളെ ഇത്തരത്തിൽ വ്യാജമായ നിർമ്മിതികളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കുകയാണെങ്കിൽ തകർന്നു പോകാം. അതാണിപ്പോൾ ദുബായിലും മിഡിൽ ഈസ്റ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കഴിവുണ്ട്, അവരത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തും. എന്നാൽ പോലും ആഗോളതലത്തിൽ ദുബായ് ഉപേക്ഷിച്ച് ക്യാപിറ്റൽ മറ്റ് സേഫ് ഹെവനിലോട്ട് പോകാനുള്ള ശ്രമം നടക്കുമ്പോൾ അത്തരത്തിലൊരു തിരിച്ചടി നാളെ നമുക്കും വന്നാൽ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ അടിത്തറ ഉറച്ചതായിരിക്കണം. വ്യാജമായ യാതൊരു സപ്പോർട്ടും നമുക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് തരൂരിനെ പോലുള്ളവർ നൽകുന്ന കള്ളക്കഥകൾ ഈ തുറമുഖത്തെ ഒരു തരത്തിലും സഹായിക്കില്ല എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കി പോകേണ്ടതാണ്. ഇവിടെ 2 കാര്യങ്ങൾ അദ്ദേഹം ഇത്രയും ദിവസം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഏകദേശം 1 വർഷം മുമ്പ് ശ്രീ തരൂർ മന്ത്രിയായിരുന്ന സമയത്ത് കൈക്കൊണ്ട നടപടി 1 വർഷമായിട്ട് സെയിൽകമന്ററി പുറത്തുവിട്ടിട്ടില്ല. കാരണം അത് പോർട്ടുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. പക്ഷെ ഈ സന്ദർഭത്തിൽ 2 കഥകൾ, അദ്ദേഹം ചെയ്ത ദ്രോഹം, തലസ്ഥാനത്തിനും ഈ നാടിനും ചെയ്ത ദ്രോഹം ഈ സമയത്ത് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്തന്മാർ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരും. ഈ ആരോപണങ്ങൾ കൊണ്ടൊന്നും സെയിൽകമന്ററി പേടിക്കില്ല. പക്ഷെ ശക്തമായ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ വെളിപ്പെടുത്തേണ്ട സന്ദർഭമായിരിക്കുന്നു എന്നുള്ളതിനാൽ ആ 2 കഥകൾ കൂടി ഈ സമയത്ത് പറയുകയാണ്. കേരളത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ പേര് മാത്രം പറയാൻ കൂടുതൽ ഐഡന്റിറ്റി പറയുന്നില്ല, ശ്രീകുമാർ. അദ്ദേഹം തന്റെ അനുഭവം ഈ ദിവസങ്ങളിൽ തരൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം ഷെയർ ചെയ്തു. 27/2/2013 13 വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം അന്നത്തെ റെയിൽവേ ബഡ്ജറ്റിനെ കുറിച്ച് വന്നപ്പോൾ
Railway budget has disappointed us. Now it is futile to give a lengthy list of our demands to the Minister for Railways. എന്നാലും അദ്ദേഹം ഒരുപാട് നിരാശപ്പെട്ട റെയിൽവേ ബഡ്ജറ്റിന്റെ കാലത്ത് ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തരൂരിന് എഴുതിയ കത്താണ്. തരൂർ അന്ന് മന്ത്രിയാണ്, ഹ്യൂമൻ റിസോഴ്സ് മന്ത്രിയാണ്. കൈൻഡ്ലി യൂസ് യുവർ ഇൻഫ്ലുവൻസ് ടു ഇൻക്ലൂഡ് ഇൻ ദ കറന്റ് ബഡ്ജറ്റ് ഇറ്റ്സെൽഫ് ബിൽഡിംഗ് എ കോച്ച് ഡിപ്പോ അറ്റ് നേമം. ഇന്ന് നമ്മുടെ തുറമുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന എക്സിറ്റ് പോയിന്റ് അല്ലെങ്കിൽ എൻട്രി പോയിന്റ് ആയിട്ട് കരുതുന്ന നേമം ബാലരാമപുരം, ഈ വിഷയത്തിൽ 2013 അദ്ദേഹത്തിന് ഒരു നിവേദനം നൽകി നേമം കോച്ച് ഡിപ്പോയ കാര്യത്തിൽ തീരുമാനമെടുക്കണം. 27/2/2013 ഈ മെയിൽ കൊടുക്കുന്നത്. ഒറ്റ ദിവസത്തിനകം 28/2/2013 ഒറ്റ ദിവസത്തിനകം തരൂർ മറുപടി നൽകി, ഇതെല്ലാം ശരിയാണ്, ബട്ട് ദ പ്രോബ്ലം ഈസ് ലാക്ക് ഓഫ് മണി. പണമില്ല എന്നുള്ള മറുപടി പറയാനാണോ നിങ്ങളെ MP ആയിട്ടും മന്ത്രിയായിട്ടും തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്? പണമില്ലെങ്കിൽ പണം കണ്ടെത്തണം. കേരള സർക്കാരിന് പണമുണ്ടായിട്ടാണോ ഏകദേശം 5500-6000 കോടി രൂപ നമ്മുടെ തുറമുഖത്തിന് വേണ്ടി ഇപ്പൊ മുടക്കിയത്? കാരണം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പണം കണ്ടെത്തലാണ് MP-യുടെയും മന്ത്രിയുടെയും ഒക്കെ ചുമതല. അന്ന് അദ്ദേഹം ഈ മറുപടി പറഞ്ഞുകൊണ്ട് നിയമത്തിന് 13 വർഷം മുമ്പാണെന്ന് ഓർക്കണം. അന്നത് ചെയ്തിരുന്നെങ്കിൽ എത്ര കോടി രൂപ ഇപ്പോൾ ലാഭിക്കാം, എത്ര വേഗത്തിൽ നമ്മുടെ കണക്ടിവിറ്റി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ ദീർഘവീക്ഷണം പോലും ശ്രീ തരൂരിനില്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് 2013 ഈ കത്തിടപാടുകൾ, ഈ ഇമെയിൽ ഇടപാടുകൾ. ഇനി രണ്ടാമത്തത്, ഞാൻ ഒരു വർഷമായിട്ട് വെളിപ്പെടുത്തണ്ട എന്ന് കരുതി നീട്ടിവെച്ചിരുന്ന ഒരു വിഷയമുണ്ട്. ഇതേ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അത് കേന്ദ്രത്തിലാണ് അദ്ദേഹം നേരിട്ട് പോയി ശ്രീ ശശി തരൂരിനോട് പറഞ്ഞു, നമ്മുടെ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തെ നമുക്ക് IIT ആയിട്ട് ഉയർത്താം. നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സിന്റെ വകുപ്പ് മന്ത്രിയാണ്, തിരുവനന്തപുരം MP ആണ്, അതുകൊണ്ട് വളരെ അനുകൂലമാണ്, നമുക്ക് CETയെ IIT ആയിട്ട് ഉയർത്താം. തരൂരിന്റെ മറുപടി എന്തായിരുന്നെന്ന് അറിയാമോ? അവിടെ SFI കുട്ടികളുടെ സമരമൊക്കെ നടക്കുകയാണ്, അത് IIT ആക്കിയാൽ ശരിയാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇന്ത്യയിൽ IIT റൂർക്കി, IIT വാരണസി, IIT ധൻബാദ്, IIT ഗുവാഹത്തി, ഈ 4 IITകളും അതിനു മുമ്പ് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളായിരുന്നു. ആ എഞ്ചിനീയറിംഗ് കോളേജുകളെയാണ് അവർ പലതര സമ്മർദ്ദത്തിനൊടുവിൽ IITകളാക്കി മാറ്റിയത്. ഇവിടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ഒരു IIT ആയി മാറ്റാൻ പറ്റുന്ന സുവർണ അവസരം ഉണ്ടായിരുന്നിട്ട് ഹ്യൂമൻ റിസോഴ്സിന്റെ മന്ത്രി ആയിരുന്ന ശശി തരൂർ ട്രിവാൻഡ്രം MP ആയിരുന്നിട്ട് ട്രിവാൻഡ്രത്തിന് ലഭിക്കേണ്ടിയിരുന്ന IIT തച്ചുടച്ച് തകർത്ത് കളഞ്ഞതാണ് അദ്ദേഹം ഈ നഗരത്തോടും ഈ സംസ്ഥാനത്തോടും കാണിച്ച രണ്ടാമത്തെ ദ്രോഹം. ദ്രോഹങ്ങൾ നിരവധിയുണ്ട്, അത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്താം. ഇവിടെ IIT എന്ന് പറഞ്ഞാൽ ഏകദേശം 500 കോടി രൂപയാണ് ഒരു വർഷത്തെ ബഡ്ജറ്റ്. ഒരു IITക്ക് കേന്ദ്രം അനുവദിക്കുന്ന ബഡ്ജറ്റ് ഏകദേശം 500 കോടി രൂപയാണ് വാർഷിക ബഡ്ജറ്റ്. അതുൾപ്പെടെ നഷ്ടപ്പെടുത്തിയ മഹാനാണ് ശ്രീ തരൂർ എന്നുള്ളത്. ഇത് 2014 ഇലക്ഷനിൽ തന്നെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് തൂത്തോടിക്കേണ്ടതായിരുന്നു. കോടതി വഴി അതിനുള്ള ശ്രമം നടത്തിയപ്പോ ജഡ്ജിയെ സ്വാധീനിച്ച് ആ കേസ് പോലും ഇല്ലാതാക്കിയ ആളാണ് ശ്രീ തരൂർ. ഇപ്പോഴും അദ്ദേഹം ഇരുന്നുകൊണ്ട് ഈ നഗരത്തെയും ഈ ജില്ലയെയും തകർത്തുകൊണ്ടിരിക്കുന്ന കഥയാണ് ഈ അവസരത്തിൽ സെയിലിംഗ് കമന്ററിക്ക് വെളിപ്പെടുത്തുവാനുള്ളത്. രണ്ടോ മൂന്നോ കത്തുകളാണല്ലോ ആദ്യം എടുത്തത്, അവസാനിപ്പിക്കുന്നത് ഒരു കത്തിലൂടെയാവാം. ലവ്ലി കാറ്റ് എഴുതിയിരിക്കുന്ന ആളാണ്. സാധാരണ ഐഡന്റിറ്റി ഇല്ലാത്തത് എടുക്കില്ല, പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് കുറെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് കത്തെടുക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് യാതൊന്നും ചെയ്യാനാകാത്ത ഒരു MD. നമ്മള് MPയെ കുറിച്ച് പറഞ്ഞെങ്കിൽ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയാവുന്ന തരത്തിൽ MDയെ കുറിച്ചാണ്, വിസിൽ MDയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വിശദമായ കത്ത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അനുബന്ധ വ്യവസായങ്ങൾ ഒന്നുപോലും കൊണ്ടുവരാനായില്ല. 13 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ, 13 അല്ല, ഇപ്പൊ 18 കഴിഞ്ഞു, 13 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിട്ടും ഒന്നുപോലും ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോകാനാകാത്ത തരത്തിൽ വികസന മുരടിപ്പ് തുടരുന്നു. റോഡ് ഗതാഗതത്തിലും റെയിൽ ഗതാഗതത്തിലും ഒരു ഇന്റർനാഷണൽ തുറമുഖത്തിന് വേണ്ട രീതിയിലുള്ള ഗൗരവം ഭരണകൂടം നൽകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്.
നാട്ടുകാർക്ക് ഉപകാരപ്രദമായ യാതൊരു വികസനവും ഈ തുറമുഖത്തിന്റെ ഭാഗമായി ഇതുവരെയും നടപ്പായിട്ടില്ല. പിന്നെ അവിടെ നടന്ന പാറ മോഷണത്തെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. അത് പിന്നീട് ഒരു അവസരത്തിലെടുക്കാം. തുറമുഖത്തിലേക്കുള്ള കവാടം ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന പണി 1 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പുരോഗമിക്കുന്നു. വലിയ ട്രെയിലറുകൾക്ക് പോകേണ്ടുന്ന റോഡ് ഹൈവേയുമായി കണക്ട് ചെയ്യുന്ന രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിലുള്ള പുരസ്കാരം കിട്ടാൻ അർഹതയുണ്ട്. നാടിന് ഗുണകരമാകുന്ന തരത്തിൽ തുറമുഖത്തെ വികസിപ്പിക്കുന്നതിന് അനുബന്ധ വ്യവസായങ്ങൾക്കും മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ട നടപടികൾ സ്വീകരിക്കാതെ റീലിട്ട് കളിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴത്തെ MD. അപ്പോ ചക്കിയും ചങ്കരനും MPയും കണക്കാണ്, MDയും കണക്കാണ്. നാട്ടുകാരുടെ ദുര്യോഗം.